ക്യാബിനറ്റ് മുഴുവൻ അജണ്ടയും എടുക്കാൻ പറ്റാതിരുന്നുകൊണ്ട് ഇന്ന് തുടരുകയുണ്ടായി. ഓണത്തിൻ്റെ സമയത്തെ മാർക്കറ്റ് ഇൻ്റർവെൻഷനെ കുറിച്ച് കഴിഞ്ഞ ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം ഞാൻ ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നലത്തെ ക്യാബിനറ്റിലെ ഗവൺമെൻറ് അടിസ്ഥാനം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 64 കോടി രൂപ, കൺസ്യൂമർ ഫെഡിന് 25 കോടി രൂപ, ഹോർട്ടിക്രോപ്പിന് 7 കോടി രൂപ ഇങ്ങനെ കൊടുക്കാനായി തീരുമാനിച്ചു. അവർ 3 ഓർഗനൈസേഷനും വിപുലമായ അറേഞ്ച്മെന്റ്സ് ഓണം മാർക്കറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കാലത്തേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ടെൻഡർ ചെയ്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ അവർ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. 3 സ്ഥാപനങ്ങളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും ഹോർട്ടികോർപ്പും 3 ആവശ്യപ്പെട്ട തുകയാണ് ഇപ്പോൾ അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 20 ലക്ഷം പേർക്ക് ഓണക്കിറ്റ് BPL കുടുംബങ്ങൾക്ക് 20 ലക്ഷം കിറ്റ് നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 1 കിലോ പഞ്ചസാര സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കും. കിറ്റ് കൊടുക്കുന്ന 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് 1 കിലോ പഞ്ചസാര APL BPL വ്യത്യാസമില്ലാതെ മുഴുവൻ കാർഡ് ഉടമകൾക്കും ഏതാണ്ട് 83 ലക്ഷം പേർക്ക് വരും. 5 കിലോ അരി വെച്ച് 25 ലക്ഷം കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കും. പട്ടിക വർഗക്കാർക്ക് എല്ലാ വർഷവും നൽകുന്നത് പോലുള്ള കിറ്റ് നൽകുന്നതാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ തീരുമാനമായി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയോട് അനുബന്ധിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പോലീസ് സ്റ്റേഷനായിരിക്കും ഇത്. മുല്ലപ്പെരിയാർ ഡാം റിസർവോയർ, ഡാം സുരക്ഷയ്ക്ക് നിർണായകമായ സമീപസ്ഥ വനമേഖലകൾ എന്നിവ ഈ സ്റ്റേഷന്റെ അധികാര പരിധിക്കുള്ളിലാകും. ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ്, അതായത് DYSP അല്ലെങ്കിൽ കമാൻഡന്റ് അല്ല DYSP നേതൃത്വത്തിൽ 196 തസ്തികകൾ പുതിയതായി സൃഷ്ടിക്കും. സുരക്ഷ വർദ്ധിപ്പിക്കാനായി അത്യാധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കും. നാളികേരത്തിന് പ്രത്യേക താങ്ങുവില നിശ്ചയിച്ച് കൃഷിഭവനുകൾ വഴി ഉള്ള നാളികേര സംഭരണ പദ്ധതി തുടരുന്നതിന് 20 കോടി രൂപ കൃഷി വകുപ്പിന് അനുവദിച്ചു. നാളികേരത്തിന്റെ കൈകാര്യ ചെലവ്, സംഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കുള്ള ശമ്പളം എന്നിവ ഉൾപ്പെടെയുള്ള ചെലവുകൾക്കാണ് ഈ തുക. കൃഷിഭവൻ വഴി കിലോയ്ക്ക് 25 രൂപ നിരക്കിലാണ് പച്ചത്തേങ്ങ സംഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാളികേരത്തിന്റെ വില പൊതുവിപണിയിൽ കിലോയ്ക്ക് 15 രൂപ മുതൽ 19 രൂപ വരെയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് 1 കിൻഡൽ നാളികേരത്തിന് 500 രൂപ ക്രമത്തിൽ കൈകാര്യ ചെലവും കൃഷി ഭവനുകളിൽ നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളവുമാണ് സർക്കാർ നൽകുന്നത്. ഈ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 20 കോടി രൂപ കൃഷി വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത്. നാളികേരത്തിന്റെ വില ഇടിഞ്ഞതിനെ തുടർന്ന് 2013 നാളികേര സംഭരണത്തിൽ കൃഷി വകുപ്പ് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത്. അന്ന് കിലോയ്ക്ക് 14 രൂപയ്ക്കാണ് സംഭരണം നടത്തിയത്. 2014 ഏപ്രിൽ ആയപ്പോഴേക്കും നാളികേരത്തിന്റെ വില കിലോയ്ക്ക് 32 രൂപയായിട്ട് ഉയർന്നിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നാഫെഡ് വഴിയുള്ള കൊപ്ര സംഭരണമാണ് നാളികേര വിപണിയിലെ പ്രധാന ഇടപെടൽ. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവിലയിൽ നാഫെഡ് മുഖേന സംസ്ഥാന സംഭരണ ഏജൻസികളായ കേരഫെഡ്, മാർക്കറ്റ് ഫെഡ് എന്നിവ വഴിയാണ് കൊപ്ര സംഭരണം നടത്തിയിരുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള താങ്ങുവില കേരളത്തിന്റെ ഉൽപാദന ചെലവുമായി തീർത്തും അപര്യാപ്തമായതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ആ സംവിധാനം വേണ്ടത്ര ഫലപ്രദമായില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് നാളികേര സംഭരണത്തിലേക്ക് കടന്നു വന്നത്. സർക്കാർ സർവീസിൽ ആശ്രിത നിയമനത്തിന് 4.5 ലക്ഷം രൂപയായിരുന്നു വാർഷിക വരുമാന പരിധി. 4.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ആശ്രിത നിയമനം കിട്ടാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് 6 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ, 4.5 ലക്ഷം എന്നത് 6 ലക്ഷം രൂപയായി
വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ കിട്ടാൻ വളരെ കുറഞ്ഞ വരുമാന പരിധിയായിരുന്നു വെച്ചിരുന്നത്, 11,000 രൂപ. അപ്പോൾ അത് ഉയർത്തണം എന്ന ആവശ്യം വന്നതിനെ തുടർന്ന് കർഷക തൊഴിലാളി പെൻഷന്റെ വാർഷിക വരുമാനത്തിന്റെ പരിധി 1,00,000 രൂപയാക്കി ഉയർത്താൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ സമാന രീതിയിലുള്ള പെൻഷനുകളിൽ 1,00,000 രൂപയിൽ താഴെ വരുമാന പരിധി ഉണ്ടെങ്കിൽ ആ പെൻഷനുകൾക്കും ഉള്ള അർഹത 1,00,000 രൂപയായി വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയോട് അത് പരിശോധിച്ച് ക്യാബിനറ്റിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. തളിപ്പറമ്പിൽ ഒരു MACT കോടതി ആരംഭിക്കുന്നതിനുള്ള ആവശ്യമായ സ്റ്റാഫിനെയും മറ്റു സൗകര്യങ്ങളും നൽകാൻ തീരുമാനിച്ചു. തളിപ്പറമ്പ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ. കോട്ടയം ജില്ലയിൽ കൂരോപ്പടയിലെ ആയുർവേദ ഡിസ്പെൻസറി ആയുർവേദ ആശുപത്രിയായിട്ട് ഉയർത്താൻ തീരുമാനിച്ചു. തൃശൂർ സീതാറാം മില്ലിൽ 50 വർഷത്തിലേറെ കാലമായി താമസിച്ചിരുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിന് 4 സെന്റ് സ്ഥലം വീതം അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നൽകാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ തീരുമാനിച്ചിരുന്നു. അവർക്ക് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള മുദ്രപത്രത്തിൻ്റെ ചെലവും രജിസ്ട്രേഷൻ ഫീസും സൗജന്യമാക്കാനായിട്ട് തീരുമാനിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 18 ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാൻ അനുമതി നൽകി.